നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയ ആ വലിയ കരുണയെക്കുറിച്ചാണ് നാം അനുസ്മരിക്കുക. തൻ്റെ പരസ്യ ജീവിതകാലത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ച ആ ദൗത്യം ഇന്നും വളരെ വിശ്വസ്തയോടെ നമ്മൾ ഓരോരുത്തരും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയുടെ മുഖമായി മാറിയ വിശുദ്ധനാണ് ജോൺ മരിയ വിയാനി എന്ന് നമുക്ക് മനസ്സിലാക്കാം. കുമ്പസാരക്കൂട്ടിലെ രക്തസാക്ഷി എന്നാണ് മിസ്റ്റർ ജോൺ പോൾ രണ്ടാമത് മാർപ്പാപ്പ മിസ്റ്റർ ജോൺ മരിയ വിയാനിയെ വിശേഷിപ്പിച്ചത്. 20 വർഷം കൊണ്ട് 20 ലക്ഷത്തോളം ആളുകളെ കുമ്പസാരക്കൂട്ടിലേക്ക് ആകർഷിച്ച ഒരു വിശുദ്ധനാണ് ജോൺ മരിയ വിയാനി. തീർച്ചയായും ആ വിശുദ്ധൻ്റെ ജീവിതത്തിൽ തൻ്റെ മാതാപിതാക്കൾക്ക് വലിയ സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. കാരണം വിശുദ്ധൻ ജനിച്ച് വീഴുന്ന സമയം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. വിശ്വാസ സംബന്ധമായ എല്ലാം വിലക്കപ്പെട്ട ഒരു സമയം. അതുകൊണ്ട് തന്നെ കത്തോലിക്കരായ ജോൺ മരിയ വിയാനിയുടെ മാതാപിതാക്കൾ ഫ്രഞ്ച് വിപ്ലവക്കാരിൽ നിന്നും പേടിച്ച് ഓടി ഒളിച്ച വൈദികർക്ക് തങ്ങളുടെ ഭവനത്തിലാണ് അഭയം നൽകിയത്. അവിടെ ഒളിച്ചു താമസിക്കുവാനുള്ള സൗകര്യം അവർ ഒരുക്കി കൊടുക്കുമ്പോൾ മിസ്റ്റർ ജോൺ മരിയ വിയാനിക്ക് അത് വലിയൊരു പ്രചോദനമായിട്ട് മാറി. ഈ ഒരു വിപ്ലവകാലത്തിനിടയിൽ പോലും തങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന വൈദികർ, അവരുടെ ആ വിശ്വാസം തീർച്ചയായും ആ കൊച്ചു ബാലൻ്റെ മനസ്സിനെ കൂടുതൽ സ്വാധീനിച്ചു. തനിക്കും ഭാവിയിൽ നല്ലൊരു ധീരനായ വൈദികനായി മാറണം എന്ന ഒരു ആഗ്രഹം ആ മനസ്സിലേക്ക് കടന്നു വരാൻ ഇടയാക്കിയതും ഒരുപക്ഷെ അവൻ്റെ ഭവനത്തിൽ അഭയം തേടിയ വൈദികരുടെ ധീരത കണ്ടുകൊണ്ടാണ്. ഒരു തരത്തിലും വിശ്വാസ സംബന്ധമായി ഒന്നും ഒരു ആചാരങ്ങളും അനുഷ്ഠിക്കാൻ പാടില്ല എന്ന ഉത്തരവുണ്ടായിട്ടും ഒളിവിൽ ഇരുന്നു കൊണ്ട് അവർ തങ്ങളുടെ വിശ്വാസത്തെ ചേർത്ത് പിടിച്ചു. അങ്ങനെ അഭയാർത്ഥികളായി കഴിഞ്ഞിരുന്ന 2 കന്യാസ്ത്രീകളിൽ നിന്നാണ് ആദ്യ കുർബാന സ്വീകരണത്തിനുള്ള എല്ലാ പാഠങ്ങളും വിശുദ്ധൻ പഠിച്ചത്. ആദ്യ കുർബാന സ്വീകരണം ആ വിശുദ്ധൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു. ഈ ലോകത്തിലുള്ളതെല്ലാം നേടിയ ഒരു അനുഭവമാണ് വിശുദ്ധനുണ്ടായത്. പിന്നീട് ഒരു വൈദികനാകണം എന്ന ആഗ്രഹത്തോടുകൂടെ അദ്ദേഹം ഒരു വൈദികൻ ആകുവാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ ഒത്തിരിയേറെ തടസ്സങ്ങളെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം പഠനത്തിൽ തീരെ പിന്നോക്കമായിരുന്ന ഒരു വ്യക്തി, കൂടെയുള്ള കുട്ടികളെല്ലാം തന്നേക്കാൾ പ്രായം കുറഞ്ഞവരാണ്. ഒരു തരത്തിലും പഠിച്ച് നേടുവാൻ സാധിക്കാത്ത ഒരവസ്ഥ. എത്ര പഠിച്ചാലും തലയിലിരിക്കുന്നില്ല. പല പരീക്ഷകളിലും തോൽവി ഏറ്റുവാങ്ങി സെമിനാരിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എങ്കിലും വൈദികനാകണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തെ വീണ്ടും ആ ഒരു പദവിക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാൻ പ്രേരിപ്പിച്ചു. അദ്ദേഹത്തെ സഹായിക്കുവാൻ പല വൈദികരും ഉണ്ടായിരുന്നു. അവരെല്ലാം തങ്ങളുടെ കൂടെ ആയിരിക്കാനും അവന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനും പരിശ്രമിച്ചു കൊണ്ടിരുന്നു. പിന്നെയും പരീക്ഷകൾ എഴുതി അവസാനം പരീക്ഷ പാസ്സാകുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അതിനിടയിൽ ഒത്തിരിയേറെ വേദനാജനകമായ സംഭവങ്ങൾ ആ വിശുദ്ധൻ്റെ ജീവിതത്തിൽ അരങ്ങേറി എന്നുള്ളതാണ്. ശാസ്ത്രപരമായ ഒരു വിഷയങ്ങൾക്കും യാതൊരു അറിവുമില്ലാത്തവനെ പോലെയാണ് അവൻ പ്രതികരിച്ചത്. എന്നാൽ മതപരമായ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ പറയുവാൻ അവന് കഴിയുമായിരുന്നു. വിശ്വാസ സംബന്ധമായ ഏത് സംശയങ്ങൾക്ക് ഉത്തരം അവനുണ്ടായിരുന്നു. പക്ഷേ മറ്റ് അറിവുകളൊന്നും ആ കൊച്ചു മനസ്സിലേക്ക് കടന്നു വരുന്നില്ല.
ഒരു തരത്തിലും പഠിച്ചു നേടുവാൻ സാധിക്കാതെ വേദനയോടെ തനിക്കൊരു വൈദികനാകാൻ സാധിക്കുമോ എന്നൊരു സംശയത്തിൽ അവൻ മുന്നോട്ട് പോകുമ്പോൾ അന്ന് അവൻ്റെ റെക്ടറിനോട് അവിടുത്തെ മോൺസിഞ്ഞോറിന് ചോദിക്കാൻ ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ആ ഡീക്കിന് ജപമാല ചൊല്ലുവാൻ അറിയാമോ എന്ന്. ഭക്തി സംബന്ധമായ കാര്യങ്ങളിൽ അവൻ ഒന്നാമനാണ് എന്ന് ആ റെക്ടർ പറഞ്ഞപ്പോൾ അവനെ വൈദികനാക്കുവാൻ അനുവാദം കൊടുത്തു. വൈദികനായപ്പോഴും ഒരു സ്വന്തമായ ഉത്തരവാദിത്തം കൊടുക്കുവാൻ അധികാരികൾക്ക് പേടിയായിരുന്നു. കാരണം അധികം അറിവൊന്നുമില്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു വികാരിയായിട്ടാണ് ആദ്യമേ അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് കിട്ടുക. 3 വർഷത്തോളം കാലം ഒരു സഹവൈദികനായിട്ട് പ്രവർത്തിക്കുകയും പിന്നീട് പെട്ടെന്നൊരു വൈദികൻ്റെ മരണത്തെ തുടർന്ന് ആർട്സിലേക്ക് പോകുവാൻ നിയമിതരാകുകയും ചെയ്തു. ആരും തിരഞ്ഞെടുക്കാത്ത ഒരു ഇടവകയായിരുന്നു ആഴ്ചയിലെ ഇടവക. കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കുണ്ടായിരുന്നത്. ആരും തന്നെ പള്ളിയിലേക്ക് പോകാറില്ല. ഒരു വൃത്തിയായ സ്ത്രീ മാത്രമാണ് ആ പള്ളിയിലേക്ക് ഒരു വൈദികനെ ആവശ്യമുണ്ട് എന്ന കാര്യം അറിയിച്ചത്. മറ്റുള്ളവരെ സംബന്ധിച്ച് അവിടെ ഒരു വൈദികനുണ്ടെങ്കിലും ഇല്ലെങ്കിലും യാതൊരു കുഴപ്പവുമില്ല എന്ന ഒരു ചിന്താഗതിയായിരുന്നു. കാരണം ദിവസവും മദ്യം കഴിച്ച് തീർത്തും വിശ്വാസത്തിനെതിരായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് ഈ വൈദികൻ നിയമിതനായി മാറുന്നത്. അങ്ങനെ ആഴ്സിലേക്ക് പോകുന്ന യാത്രയിൽ വഴിയറിയാതെ ഒരു ആട്ടിടയനായ യുവാവിനോട് വഴി ചോദിക്കുന്നുണ്ട്. എനിക്ക് ആഴ്സിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരിക എന്ന് ആ ആട്ടിടയനായ യുവാവിനോട് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. നീ എനിക്ക് ആഴ്സിലേക്കുള്ള വഴി പറഞ്ഞു തരികയാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പ്രിയമുള്ളവരെ, പിന്നീട് തൻ്റെ ഇടവകയിലെത്തി അദ്ദേഹം ആദ്യം ചെയ്തത് പൊടി പിടിച്ചു കിടന്ന ആ ദേവാലയം വൃത്തിയാക്കുകയായിരുന്നു. ആ ദേവാലയം വൃത്തിയാക്കി സ്വയം ഒരു ബലി അർപ്പിച്ചതിന് ശേഷം മുട്ടുകുത്തി ആ വിശുദ്ധൻ പ്രാർത്ഥിച്ചു ആ നാടിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി. കർത്താവേ, എന്നെ തന്നെ നിനക്ക് ഞാൻ ഒരു ബലിയായി സമർപ്പിക്കാം, പക്ഷേ നീ എനിക്കൊരു ഉറപ്പ് തന്നാൽ മാത്രം മതി ഈ നാടിൻ്റെ മാനസാന്തരം. ഈ നാടിൻ്റെ മാനസാന്തരം മാത്രം നീ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു വൈദികൻ. പ്രിയമുള്ളവരെ, ആഴ്സിൽ വെറും 280 കുടുംബമേ ഉണ്ടായിരുന്നുള്ളൂ. അവരാരും തന്നെ ആ ദേവാലയത്തിലേക്ക് കടന്നു വരാൻ പോലും താല്പര്യം കാണിക്കാത്തവർ, കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിച്ച ഒരു വൈദികൻ. നന്നായി ഒന്ന് പ്രസംഗിക്കുവാൻ പോലും അറിയാതിരുന്ന ആ വൈദികൻ പിന്നീട് കുമ്പസാരക്കൂട്ടിൽ ഒരു രക്തസാക്ഷിയായിട്ട് മാറി എന്നത് വാസ്തവം തന്നെയാണ്. ഒരു ദിവസം 18 മണിക്കൂറുകൾ വരെ കുമ്പസാരക്കൂട്ടിൽ ചിലവഴിച്ചുകൊണ്ട് അനേകരെ ദൈവത്തിൻ്റെ കരുണ എന്താണെന്ന് കാണിച്ചു കൊടുത്തവനാണ് മിസ്റ്റർ ജോൺ മരിയ വിയാനി. പതിയെ ആളുകൾ ആ ദേവാലയത്തിലേക്ക് കടന്നു വന്നു തുടങ്ങി. പതിയെ ആ ആളുകളുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. വലിയ അത്ഭുതങ്ങൾ ആ ഇടവകയിൽ സംഭവിക്കുവാൻ തുടങ്ങി. രാവിലെ മുഴുവൻ കുമ്പസാരക്കൂട്ടിൽ ചിലവഴിക്കുകയും രാത്രികാലങ്ങളിൽ ആ നാടിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവൻ വിശുദ്ധൻ. തൻ്റെ ശരീരത്തിൽ തന്നെ ആഴമേറിയ മുറിവുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ നാടിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി രാത്രികാലം മുഴുവൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ച ഒരു വിശുദ്ധൻ. പ്രിയമുള്ളവരെ, ആ ഒരു പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഫലമായിട്ട് ആഴ്സിലെ ജനങ്ങളെല്ലാം തന്നെ മാനസാന്തരത്തിലേക്ക് കടന്നു വന്നു. ദൈവം ജോൺ മരിയ വിയാനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം കുമ്പസാരക്കൂട്ടിലിരുന്ന് കർത്താവിൻ്റെ കരുണയുടെ മുഖമായിട്ട് മാറുക എന്നുള്ളതായിരുന്നു. കുമ്പസാരിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന വ്യക്തികളുടെ പാപാവസ്ഥ കാണുവാനുള്ള വരം കർത്താവ് ആ വിശുദ്ധന് നൽകി. എതിരെയിരിക്കുന്ന വ്യക്തി നുണ പറഞ്ഞാൽ പോലും ആ നിമിഷം തിരിച്ചറിയുവാൻ വിശുദ്ധന് കഴിയുമായിരുന്നു.
ചില പാപങ്ങൾ മറച്ചു വയ്ക്കുമ്പോൾ ആ മറച്ചു വെച്ച പാപങ്ങൾ പോലും വിശുദ്ധന് കാണുവാനും അതിനെക്കുറിച്ച് ആ വ്യക്തിയെ ഓർമ്മപ്പെടുത്തുവാനും വിശുദ്ധന് വരം നൽകി. അങ്ങനെ ഓരോ വ്യക്തിയെയും കുമ്പസാരത്തിൻ്റെ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കുവാൻ ജോൺ മരിയ വിയാനിക്ക് സാധിച്ചു. തൻ്റെ ജീവിതം മുഴുവൻ ആ ഒരു കുമ്പസാരത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു വിശുദ്ധനാണ്. അതുകൊണ്ട് തന്നെയാണ് 20 വർഷം കൊണ്ട് 20 ലക്ഷം പേരെ കുമ്പസാരിപ്പിച്ചു എന്ന കണക്ക് നമ്മുടെ മുമ്പിലേക്ക് തുറന്നു കാണിക്കുക. കുമ്പസാരക്കൂട്ടിലെ രക്തസാക്ഷി എന്ന് അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അത്രമാത്രം അദ്ദേഹം കുമ്പസാരക്കൂട്ടിൽ ചിലവഴിച്ചു. പല നാട്ടുകളിൽ നിന്ന് പോലും അങ്ങോട്ട് ആളുകൾ ഒഴുകിയെത്തി ഒന്ന് കുമ്പസാരിക്കുവാൻ വേണ്ടി മാത്രം. കാരണം കുമ്പസാരം കഴിഞ്ഞിറങ്ങുമ്പോൾ അവർക്ക് ലഭിക്കുന്ന അനുഭവം അത്ര വലുതായിരുന്നു. അതുവരെ കുമ്പസാരിച്ചപ്പോൾ പോലും കിട്ടാത്ത വലിയൊരു അനുഭവം. പെട്ടെന്ന് തങ്ങളുടെ ജീവിതത്തിലെ വലിയ ഭാരം ഇറക്കി വച്ച ഒരവസ്ഥ. തങ്ങളുടെ ജീവിതം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടുന്നതായി കാണുവാൻ അവർക്ക് സാധിച്ചു തുടങ്ങി. അതിനാൽ തന്നെ ഓരോരുത്തരും വിശുദ്ധൻ്റെ അടുത്ത് കുമ്പസാരിക്കുവാൻ വേണ്ടി തിരക്ക് കൂട്ടി. എത്ര ദിവസം കാത്തു നിന്നാലും ഒന്ന് കുമ്പസാരിച്ചാൽ മാത്രം മതി എന്ന ആഗ്രഹത്തോടെ അദ്ദേഹത്തെ തേടി എത്തുന്ന അനേകർ. പ്രിയമുള്ളവരെ, ഇതെല്ലാം പിശാചിൻ്റെ സമനില തെറ്റിക്കുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ പലതരത്തിലും വിശുദ്ധനെ ഉപദ്രവിക്കുവാൻ വേണ്ടി പലരും ഇറങ്ങിത്തിരിച്ചു. എന്തിൻ്റെ കൂടെയുള്ള വൈദികർ പോലും അദ്ദേഹത്തിന് വേണ്ട അറിവുകളൊന്നുമില്ല, വളരെ തെറ്റായ കാര്യങ്ങളാണ് ഇടവകയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ ഊമക്കത്തുകൾ എഴുതുവാൻ തുടങ്ങി. എന്നാൽ അതെല്ലാം അന്വേഷണത്തിൽ തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പൂർണ്ണമായ സപ്പോർട്ട് നൽകുവാൻ അനേകർ കടന്നു വന്നു. പിന്നീട് വിശുദ്ധനിലൂടെ ഒരു നാട് മുഴുവൻ വിശുദ്ധിയിലേക്ക് കടന്നു വരുന്നതാണ് നമ്മൾ കാണുക. പ്രിയമുള്ളവരെ, ഒരു അറിവുമില്ലാതിരുന്ന ഒരു വൈദികൻ, ഒന്നിനും കൊള്ളില്ല എന്ന അധികാരികൾ പോലും മുദ്ര വച്ചവൻ, ഇവൻ എന്തു ചെയ്യാനാണ് എന്ന് ചിന്തിച്ച സഹപാഠികൾ, എന്നിട്ട് കൂടെ പഠിച്ചവർ പോലും ഇവനൊരു മണ്ടനാണല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ടായിരുന്നു. മറ്റുള്ളവർ കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത് എന്ന വലിയ സത്യമാണ് മിസ്റ്റർ ജോൺ മരിയ വിയാനിയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുക. ഈ ലോകത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നത് പോലെയല്ല ദൈവം ഒരു വ്യക്തിയെ വിലയിരുത്തുന്നതെന്നും ആ വ്യക്തിയിലൂടെ പ്രവർത്തിക്കുന്നതെന്നും നമുക്ക് വെളിപ്പെടുത്തിയ ഒരു സംഭവമാണ് മിസ്റ്റർ ജോൺ മരിയ വിയാനിയുടെ ജീവിതം എന്ന് പറയുന്നത്. ആ വിശുദ്ധനിലൂടെ ഒരു നാട് മുഴുവൻ വിശുദ്ധിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, മാനസാന്തരത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടി ആ വിശുദ്ധൻ ചെലവഴിച്ച പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ അത് ഒരിക്കലും അളക്കുവാൻ സാധിക്കുന്നതല്ല. പ്രിയമുള്ളവരെ, തന്നെ ഏൽപ്പിച്ച ജനത്തിന് ദൈവകരുണയുടെ മുഖമായിട്ട് മാറിയ വിശുദ്ധനാണ് ജോൺ മരിയ വിയാനി. എല്ലാ വൈദികരുടെയും മധ്യസ്ഥനായി അദ്ദേഹത്തെ ഇന്ന് വണങ്ങുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ ജോൺ മരിയ വിയാനി. ഇന്ന് ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ എന്തെന്ന് ഈ ലോകത്തെ പഠിപ്പിച്ച ആ വിശുദ്ധനെ ഓർത്ത് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. കുമ്പസാരം എന്ന കൂദാശയുടെ ശക്തി വെളിപ്പെടുത്തി തന്ന ആ വിശുദ്ധനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം ഇനിയും കുമ്പസാരത്തിനായിട്ട് അണയുവാൻ തയ്യാറാകാതിരിക്കുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അറിവ് വർദ്ധിച്ചപ്പോൾ വിശ്വാസം നഷ്ടമായ ഒരു തലമുറയാണ് നമുക്കുള്ളത്. അറിവിൻ്റെ ലോകത്തിലേക്ക് നടന്നെടുത്തപ്പോൾ അവർ മറന്നുപോയത് തങ്ങൾ മുറുകെ പിടിച്ച വിശ്വാസമാണ്. എന്നാൽ യാതൊരു അറിവുമല്ല, മറിച്ച് വിശ്വാസമാണ് മുറുകെ പിടിക്കേണ്ടത് എന്ന് കാണിച്ചു തന്ന വിശുദ്ധനാണ് ജോൺ മരിയ വിയാനി. തൻ്റെ ജീവിതത്തിൽ അറിവ് സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതലായി വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തി. ആ വിശുദ്ധനോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും വിശ്വാസം നഷ്ടപ്പെട്ട് കത്തോലിക്ക സഭയിൽ നിന്ന് അകന്നു പോകുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരണമേ എന്ന് വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന്
പ്രത്യേക നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും